യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ തിരുവചനം. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രന്റെ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. നശ്വരമായതിനെ മുഴുവൻ ഉപേക്ഷിച്ച് അനശ്വരമായതിനെ കണ്ടെത്തുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ ലോകത്തിൻ്റെതായതിനെ കണ്ടെത്താൻ അപ്പം ഭക്ഷിച്ച് പറയുന്നത് അവർ അപ്പം തിന്ന് അവർ തൃപ്തരാകുക, അതിനുള്ളിലുള്ള ദൈവ അനുഗ്രഹത്തെ അവർക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈശോയെ അന്വേഷിച്ച് കടന്നില്ലെങ്കിൽ നശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കാതെ അനശ്വരതയിലുള്ള ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈശോ മുന്നറിയിപ്പ് കൊടുക്കുകയും കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവജനമേ, മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ അന്വേഷിക്കുന്നത് എന്താ? സ്വർഗീയ മന്ന. ഇസ്രായേൽ ഭവനങ്ങളുടെ മുമ്പിൽ പെയ്തിറങ്ങിയ, കൂടാരവാതിലുകൾ പെയ്തിറങ്ങിയ സ്വർഗീയ മന്ന. അതിലെന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ സാന്നിധ്യം, മാലാഖമാരുടെ ഭക്ഷണമാണ്. സ്വർഗീയ മന്നയാണ് ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തിലൂടെ, മോശയുടെ വിശ്വാസത്തിലൂടെ അവരുടെ കൂടാരവാതിലിലേക്ക് പെയ്തിറങ്ങിയത് സ്വർഗീയ മന്നയാണ്, പരിശുദ്ധ കുർബാനയായി. പറയും, അപ്പോഴത്തെ ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ഈ മാർലരി അപ്പത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനം നിൽക്കുന്നുണ്ടോ? ഇത് ആശീർവദിക്കപ്പെട്ടപ്പോൾ, ഇത് ഉയർത്തി അഭിഷേകം ചെയ്തപ്പോൾ, പ്രിയ ദൈവജനമേ, ഇതിനോട് ചേർന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നിൽക്കുന്നത് ഇസ്രായേൽ ജനത്തിന് കാണാൻ സാധിക്കുന്നില്ല. അത് വിശു പറഞ്ഞെന്താ? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരതയിലുള്ള ദൈവ സാന്നിധ്യത്തിന് വേണ്ടി അധ്വാനിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. നമ്മൾ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത് കാമന്റെ കാലത്തേക്ക് നമ്മൾ കടന്നു വരുന്നതിന് വേണ്ടിയാ. നശ്വരമായി ഇതിനെ സ്വന്തമാക്കാൻ വേണ്ടി കടബാധ്യത മാറി കിട്ടണം, നല്ല ജോലി കിട്ടണം, സമൃദ്ധി കിട്ടണം, നന്നായിട്ട് ജീവിക്കണമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായ വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും. ഇതിനു വേണ്ടി അധ്വാനിക്കാതെ, ഇതിനു വേണ്ടി കഷ്ടപ്പെടാതെ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് ദർശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോ ഓർമ്മപ്പെടുത്തുകയും, ഇതിനു വേണ്ടി അധ്വാനിക്കുക, നിങ്ങൾ ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അപ്പത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ ഒന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ, ആ അപ്പത്തിലൂടെ കടന്നു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് സ്വന്തമാക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, നരക കവാടം അതിനെതിരെ പ്രബലപ്പെടത്തില്ല. സഭയോട്, യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തോട് നാം ചേർന്ന് നിൽക്കുക. നമ്മൾ ഇടവക ദേവാലയത്തോട് ചേർന്നിക്കുമ്പോൾ ആരോട് ചേർന്നിരിക്കുന്നത്? യേശുവിനോട് ചേർന്നിരിക്കുക. ഇടവകയിലെ വികാരിയച്ഛനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ആരോട് ചേർന്നിരിക്കുന്നത്? യേശുവിനോട് ചേർന്നിരിക്കുക. മെത്രാനെ അനുസരിക്കുമ്പോൾ യേശുവിനെ അനുസരിക്കുക. മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നത്. പ്രിയ ദൈവജനമേ, യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പിതാവിന്റെ അനുഗ്രഹമായി നാം ഓരോരുത്തരും മാറ്റപ്പെടുക. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയായി ഒരു ദൈവവേദന മാറ്റപ്പെടുന്നത്. സഭ വിട്ടുമാറുമ്പോഴോ വികാരിച്ചനോട് ഉള്ളുകൊണ്ട് ഒരു വെറുപ്പുണ്ടാകുന്ന സമയത്ത് യേശുവിൽ നിന്ന് അകലുന്ന വചനത്തിൽ നിന്ന് നാം അകലി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ പ്രലോഭനപ്പെടുന്നത് എവിടുന്ന? പള്ളിയിൽ നിന്ന് അകറ്റും, വികാരിച്ചിരുന്ന് അകറ്റും, സഭാപിതാക്കന്മാരെ അനുസരിക്കാതെ, അവരെ അനുസരിക്കാതെ നമ്മൾ അവരിൽ നിന്ന് അകറ്റും. വിശ്വാസികളുടെ പ്രവർത്തിക്കുന്ന ഇതാ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സഹോദരൻ ഏകദേശമൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണായി നല്ല കോടീശ്വരനായിട്ട് ജീവിച്ച, പക്ഷെ മുഴുവൻ വസ്തുക്കളുടെ മേലും ജപ്തിയുടെ ഒരു അവസ്ഥ കടന്നു വരികയാണ്. ഇവിടെ അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന പറയുമ്പോ അവിടുത്തെ വികാരിച്ചനുമായിട്ട് ഭിന്നത ഉണ്ടാക്കിയെടുത്തു. കാരണം ഒരുപടിയാ പിശാചിന്റെ പ്രേരണയാ ഈ സമൃദ്ധിയുടെ മേല് കയറിയിരുന്ന് പിതാക്കന്മാരോട് ദൈവചൊരിഞ്ഞ ഈ അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ എവിടെയാ കുടിലതന്ത്രം വെച്ചു കൊടുത്ത് വികാരിച്ചനുമായിട്ട് എതിരായി വികാരിച്ചതിനെതിരെ കേസ് കൊടുത്ത് അങ്ങനെ വർഷങ്ങളോളം കേസ് കളിച്ചപ്പോൾ വെളിവീടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള യേശുവുമായിട്ടുള്ള ഗാഢബന്ധം ആ കുടുംബത്തിന് വിച്ഛേദിക്കപ്പെട്ട മക്കളെ, അന്നേരം ആര് കയറി വരുക? പിശാച് ആ ഭവനത്തിന് മേൽ ആധിപത്യം ഉറപ്പിക്കുക. ശത്രുതയുടെ അരുവി കടന്നു വന്നപ്പോൾ
അയൽവാസികളുമായിട്ട് ശത്രുത ഉണ്ടാവുകയ, പല വ്യക്തികളുമായിട്ട് ശത്രുത ഉണ്ടാവുകയ, സഭയ്ക്കെതിരായ ശത്രുത കടന്നു വന്നപ്പോൾ മറ്റു മക്കളുമായിട്ടെല്ലാം ശത്രുത കടന്നു വരിക. ദൈവം എന്താ സംഭവിക്കുന്നത്? രോഗപീഠകള് കുടുംബത്തിലേക്ക് കടന്നു വരാൻ, തകർച്ചകൾ കടന്നു വരാൻ എന്നിട്ടും മനസ്സിലാകുന്നത് അവസാനം എല്ലാം തകർന്നു തീരുകയാണ്. ഏതാനും മണിക്കൂറുകൾ പറഞ്ഞു കൊടുത്തില്ല. സഹോദര, വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ വെച്ച കെണിയില് നിങ്ങൾ അകപ്പെട്ടു പോയി. അതിലോട്ട് അകന്നെ വികാരിയച്ഛനുമായിട്ട് അകന്ന്, വികാരിയച്ഛനോട് അകന്നപ്പോ ആരോട്ടാകുന്നേ? യേശുവുമായിട്ട് അകലെ പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള ഗാഢബന്ധം വിച്ഛേദിക്കപ്പെട്ട മകളെ വർഷങ്ങളായിട്ട് ബലിയോട് ചേർന്നിട്ട് വർഷങ്ങളായി കുമ്പസാരമെന്ന ഉദാശയിലൂടെ ദൈവമായി അനുരഞ്ജനപ്പെട്ടിട്ട് വർഷങ്ങളോളമായി പിശാച് ഈ കുടുംബത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുക. അപ്പൊ നമ്മളെ ആദ്യം കൊണ്ടുവന്ന് വിടുന്ന സഭയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോവുക. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ വിശ്വാസികളുടെ ഏറ്റവും ഫ്രണ്ട് വന്നി വിശ്വാസം പറയുന്നതിനോടുകൂടി നമ്മൾ എങ്ങോട്ട് പുറകോട്ട് പോയി. എല്ലാ ദിവസവും പള്ളിയിൽ ദേവാലയത്തിൽ വന്ന് ദൈവത്തിന്റെ പരിപാടി, യേശുവിന്റെ പരിപാടി ചേർന്നിരിക്കുന്നവര് ആഴ്ചയിൽ 1 2 3 പിന്നെ അത് കുറഞ്ഞ് സംഭവിക്കും. പിന്നെ ദേവാലയമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. അതോടുകൂടി എന്ത് സംഭവിക്കുന്നത്? അവന്റെ കസ്റ്റഡിയിൽ അന്ധകാരത്തിനായി പ്രകാശം കാണാൻ സാധിക്കാതെ അന്ധകാരത്തിൽ നിന്ന് കുറെ പ്രവർത്തികൾ ചെയ്യും. അവിടെ ഒന്നും ദൈവത്തിന് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നല്ലിടയായ യേശുനാഥൻ ആരവനായി നടക്കുക, ഈ വ്യക്തിയുടെ പിന്നാലെ നടക്കുക, കാണാൻ പറ്റുമോ? ഇവൻ അന്ധകാരത്തിനുള്ളിലായിരിക്കുകയും. പിന്നെ എപ്പോഴാണ് നിലവിളിക്കുന്നറിയുമോ? എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു നിലവിളിയാണ്. യേശുവേ വിളിക്കും. ആ നിലവിളിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന യേശുനാഥൻ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഹൃദയം തുറന്ന് വിളിക്കുന്ന എപ്പോഴാ? തകർന്ന് തരിപ്പണമാകുമ്പോൾ. ഞാൻ പറഞ്ഞു വിളിച്ചോളാം. ഞാൻ പറയാം, എൻ്റെ അവിടുത്തെ പള്ളി പണി അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. ചേട്ടൻ പറയാം, കൊടുക്കത്തില്ല. അച്ഛനന്ന് ഞാൻ കൊടുത്ത കേസിനെതിരായിട്ട് അത് കേസ് നടത്തിയത് പള്ളിയിൽ നിന്ന് കാശ് എടുത്തിട്ട് നടത്തിയത് കൊണ്ട് ഞാൻ ഒരു കാരണവശാലും പള്ളി പണിയെ ഞാൻ കാശ് കൊടുത്തു. ഞാൻ പറഞ്ഞ ചേട്ടാ, മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുക. സകലതിന്റെ മേൽ അവൻ ആധിപത്യം പ്രവേശിച്ചുകൊണ്ട് പിശാച് ആഡംബരപൂർവ്വം ചേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടന് ബോധ്യപ്പെടുക എന്നറിയുമോ? ദേവാലയം പണിയുമ്പോൾ ഒരു പൈസ പോലും നീ കൊടുക്കുക. ആർക്ക് കൊടുക്കുന്ന? ദൈവം കൊടുത്ത ആ സമ്പാദ്യം, ദൈവം കൊടുത്ത ദാനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കൊടുക്കിയ ഈ സഹോദരൻ പറയും. യേശുവാ സഭ എന്ന് പറഞ്ഞാലാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. നമ്മൾ കുർബാനയിൽ നിന്ന് അല്ലെങ്കിൽ പുരോഹിതനിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ ആരും അകലുന്നത്? യേശുവിൽ നിന്ന് അകന്നു പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വചനത്തിൽ നിന്ന് അകലുമോ? തകർച്ച ഉറപ്പാ. സഭയോട് മാക്സിമം ചേർന്ന് നിൽക്കുക, ബലിയോട് മാക്സിമം ചേർന്ന് നിൽക്കുക, കൂദാശകളോട് ചേർന്ന് നിൽക്കുക. അവൻ തിരുശരീരമായി അപ്പമായി മാറിയത് എന്തിനു വേണ്ടി? ഞാൻ ജീവനുള്ള അപ്പം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ദൈവം തരുന്ന ആ സ്നേഹത്തിന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ യേശു പറയുകയാണ്. അനശ്വരതയിലോ പിതാവിന്റെ വലതുഭാഗത്ത് പുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തെ ആഗ്രഹിക്കുവാൻ പുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് മക്കളോട് പറയുക, ഇസ്രായേലത്തോട് പറയുക, നിങ്ങൾ ഇതിനു വേണ്ടി അധ്വാനിക്കണം. യേശുവിന്റെ തിരുശരീരമായി, തിരുരക്തമായി നമ്മുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുവാൻ ആ തിരുശരീരത്തോടും രക്തത്തോടും ചേർന്ന് നിൽക്കാം. ചേർന്ന് എന്താ സംഭവിക്കുന്നത്? എൻ്റെ രോഗങ്ങളെയാണ് അവൻ ഏറ്റെടുത്തോണ്ടിരിക്കുന്നത്. അവന്റെ ശരീരത്തോട്, പരിശുദ്ധ കുർബാനയോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ ശരീരത്തിലുള്ള രോഗാവസ്ഥകളെ, തകർച്ചകളെ, ദാരിദ്ര്യത്തെയും പട്ടിണിയും എല്ലാം അവൻ ഏറ്റെടുക്കുകയില്ല. അവൻ ദരിദ്രനായിട്ടാണ് അവൻ ഭൂമിയിൽ അവതരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? എന്റെ ദാരിദ്ര്യത്തെ പരിപൂർണമായി അവൻ ഒപ്പിയെടുക്കുകയാണ്. കാര്യത്തൊഴുത്തിലോ അവൻ ജനിച്ചതിന് വേണ്ടിയാ. എന്റെ ദാരിദ്ര്യത്തെ, എന്റെ ഇല്ലായ്മയെ മുഴുവൻ അവൻ ഏറ്റെടുക്കുക. കാൽവരി മലയുടെ നെറുകയിലോ പ്രിയ ദൈവജനമേ, അവൻ തടി കുരിശിൽ കിടന്നുകൊണ്ട് അവൻ തല ചായ്ക്കുവാൻ ഇടം പോലും തേടാതെ അവൻ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ജീവൻ വെടിഞ്ഞതിന് വേണ്ടിയാ. എനിക്ക് തല ചായ്ക്കുവാൻ ഒരിടം തരുവാൻ വേണ്ടിയാ. കരമൊന്നുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ?
ഇപ്പൊ നമ്മൾ എന്താണ് ആഘോഷിക്കണ്ടേ? അവൻ നേടിത്തന്ന ആ വലിയ സ്വാതന്ത്ര്യം നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. പറഞ്ഞതാ, ഇത് മാത്രം തന്നെ ചെയ്താൽ എന്നെ ഓർക്കുക. നിങ്ങൾ സദാസമയങ്ങളില് നിങ്ങൾ ഇതിനെ എന്നെ ഓർക്കുക, എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമെന്ന് യേശു പറയുക. ഈ തിരുശരീരവും തിരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നെ അനുസ്മരിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുക. അവനപ്പ എവിടെ വസിക്കുന്നേ? ഈ അപ്പത്തിലും വീഞ്ഞിലുമാ. ഈ അപ്പത്തിലും വീഞ്ഞിലും വസിക്കുക. അവൻ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരിക. അവൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പാപത്തെയും പാപത്തിൻ്റെ മാലിന്യങ്ങളെയും അതിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാലിന്യാവസ്ഥകളെയും അവൻ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം തരുക. ഇല്ല, മറ്റെല്ലാക്കാരും അറിയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് 7 പിശാചുകളെ വിട്ടൊഴിഞ്ഞു. അവിടെ വെളിപ്പെടുത്തുന്ന വ്യഭിചാരത്തിന്റെ പൂർണ്ണതയിൽ നിന്ന സ്ത്രീ. 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ അടയാളമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ 7 വാളുകൾ കടന്നു പോകും. 7 വ്യാകുലർ. സഹനത്തിന്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കന്യാമറിയമെങ്കിലോ പാപത്തിന്റെ പൂർണ്ണതയായിരുന്നു മറ്റെല്ലാ കാര്യം അറിയാം. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം നയിച്ചു. എപ്പോഴാ? അവന്റെ കാൽപാദങ്ങളിൽ കിടന്നുകൊണ്ട് കണ്ണുനീരോടെ അവൾ അനുഭവിച്ച് പാപവഴികളെ പാപമാർഗങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ കർത്താവിന്റെ കാൽപാദങ്ങളിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നിശബ്ദതയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവളോട് കരുണ കാണിക്കണമേ, ഇവൾ ചെയ്തതെന്ന് ഇവൾ അറിയുന്നില്ല, ഇവളോട് ക്ഷമിക്കണേ. കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പുത്രൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇന്നും പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരുന്നുകൊണ്ട് അവൻ മധ്യസ്ഥം വഹിക്കും. ആർക്ക് വേണ്ടിയാ? നീതിമാന് വേണ്ടി. നീതിമാൻ എപ്രകാരം പ്രാർത്ഥിക്കുന്നേ? കർത്താവെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കുക. സ്തെഫാനോസിന്റെ പ്രാർത്ഥന അപ്പോഴും. സ്തെഫാനോസ് എന്തിനു വേണ്ടി ജീവിച്ചേ? നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണോ അനശ്വരമായ അപ്പത്തിന് വേണ്ടി? അനശ്വരമായ അപ്പത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ജീവൻ പോലും അപഹരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല, ഈ പാപമൊന്നും ഇവരുടെ മേൽ ചുമത്തരുത്. അപ്പോൾ ഒരു നീതിമാന്റെ പ്രാർത്ഥന എങ്ങനെയാ? ഉപദ്രവിക്കുന്നവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നീതിമാന്റെ പ്രാർത്ഥന. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഈ പാപങ്ങള് ഇവരുടെ മേൽ ചുമത്തുന്ന നീതിമാനെ കല്ലെറിയുമ്പോൾ അത് ശാപഗ്രസ്തമായി തിരികെ പാപബന്ധനത്തിലേക്ക് അവർ കടന്നുപോകുക, തകർച്ചകളിലേക്ക് കടന്നുപോകുക. സ്തെഫാനോസ് കാണുന്നില്ല, വ്യക്തി പാപത്തിന്റെ അടിമത്തിലേക്ക് കടന്നുപോയി നശിച്ചു പോകുന്നത് ഈ നീതിമാനായ സ്തെഫാനോസ് കാണുകയും സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്തിരിക്കുന്ന പാപങ്ങളില് അകപ്പെട്ടു പോകാതെ ആ പാപബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എന്ന് സ്തെഫാനോസ് പ്രാർത്ഥിക്കുക. ആദ്യത്തെ രക്തസാക്ഷിയാണ്. എവിടെ ഇടകിട്ടുന്ന കർത്താവിന്റെ തിരുഹൃദയത്തില് സ്ഥാനം പിടിക്കുകയാണ്. അവൻ എങ്ങനെയാ പ്രാർത്ഥിച്ച്? കുരിശിൽ കിടന്നുകൊണ്ട് ആ വേദനയിലേക്കൊന്നും നോക്കിയില്ല പുത്രൻ. നമ്മളെ പോലെ ഒരുവനായിട്ട് ദൈവം സൃഷ്ടിച്ച് നമ്മുടെ ശരീരം പോലുള്ള ശരീരം നൽകിക്കൊണ്ട് ആ ശരീരത്തില് മനുഷ്യൻ ചെയ്യുന്ന പാപത്തെ മുഴുവൻ ഏറ്റെടുക്കുവാൻ തക്കവിധം ആ ശരീരത്തെ അവിടുന്ന് സജ്ജമാക്കിയിരിക്കുക. എടുത്തേ പറ്റത്തുള്ളൂ. പുത്രൻ ചോദിക്കുന്നുണ്ട്, ഇതെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ജനം ചെയ്തു കൂട്ടുന്ന അകൃത്യങ്ങളെ മുഴുവൻ ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെയുള്ള പാപത്തിന്റെ അടിമത്തത്തിലോ ഇസ്രായേൽ ജനമായി തീർന്നിരിക്കുക, ലോകമുഴുവനായി തീർന്നിരിക്കുക. ഈ അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവിധം, ഈ പീഡകള് ഏറ്റെടുക്കുവാൻ തക്കവിധം എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പിതാവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന പുത്രനായ യേശുനാഥൻ നമ്മുടെ പാപങ്ങളെ കണ്ടപ്പോൾ അവൻ ഗസ്സമെത്തോട്ടത്തില് നിലവിളിച്ചു പോയി, കർത്താവേ, ഇവർ ചെയ്തിരിക്കുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവർ ചെയ്തു പോയിട്ടിരിക്കുന്നത് എന്തുമാത്രമെന്ന് ഇവരറിയുന്നില്ല. നശ്വരതയ്ക്ക് വേണ്ടി
അവർ ജീവിക്കുക. നശ്വരമായതിനു വേണ്ടി മാത്രം, ഈ ലോകത്തിൻ്റെതായതിനു മാത്രം ജീവിക്കുന്ന ജനതയെ കണ്ട് കർത്താവ് വീർപ്പുമുട്ടുകയാണ്. പറ്റുമോന്നറിയത്തില്ല. പിതാവേ, നിന്റെ ഹിതം ഇത് തന്നെയാ. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാ. ഇവർക്ക് വേണ്ടി ഈ ജനത്തെ പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടത് തന്നെയാ പുത്രൻ പറയുകയാണ്. ഞാനിത് വഹിച്ചേ പറ്റത്തുള്ളൂ, ഞാനിത് കുടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഈ ജനം രക്ഷ പ്രാപിക്കത്തുള്ളൂ. സൗജന്യമായിട്ട് അവിടുന്ന് രക്ഷ നേടുന്ന കുമ്പസാര് അനുതാപത്തോടെ പാപം ഏറ്റുപറഞ്ഞ് അനുരഞ്ജനത്തിന്റെ കുദാശയിലൂടെ രക്ഷ അനുഭവിക്കുക. യെശയ്യാ ചെയ്ത പോലെ തന്നെ ഒരു ദൈവത്തില് പാപം എപ്പോഴും പാപം കണ്ടു നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാ? ദൈവ സാന്നിധ്യത്തെ കാണുമ്പോഴാണ്. അതുവരെ ഒന്നും ചുമ്മാ ഒരു കുമ്പസാരം എന്നാണെല്ലാം പറയും, ഒരു ആശീർവാദം മേടിക്കും, വന്ന് കുർബാന സ്വീകരിക്കും. ഇത് ജീവന്റെ അപ്പോ ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനും. സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? പാപത്തിൽ നിന്ന് നമ്മൾ പരിപൂർണമായിട്ട് മാറ്റപ്പെടണം. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അടയാളങ്ങളിലൂടെ അന്വേഷിക്കുന്ന ഒരു